ഭഗവാന്റെ പാതാരവിന്ദം നമസ്കരിച്ചും ആചാര്യന്മാരെ വണങ്ങിയും ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരത്തെ ഞാൻ അറിയിക്കുന്നു. 27/4/2026 ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പൂരം നക്ഷത്ര ജന്മം നക്ഷത്ര മഹാമഹം കൊണ്ടാടുകയുണ്ടായി. അതേ ദിവസം അവിടെ എത്തിച്ചേരുവാനും ആ അനുഗ്രഹം ഏറ്റുവാങ്ങി മടങ്ങുവാനും സാധിച്ച ഭഗവാനെ ഞാൻ കോടാനുകൂടി നന്ദിയോടെ സ്തുതിക്കുന്നു. അന്നത്തെ ദിവസത്തെ അനുഭവം പങ്കുവെക്കണമെന്ന് ഞാൻ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ വിചാരിച്ചു. എന്നാൽ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയുടെ അടിയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശം കൂടെ കണ്ടപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ചുകൂടെ പ്രസക്തി തോന്നി. പൂരം ജന്മനക്ഷത്ര മഹാമഹത്തിന്റെ തലേന്ന് തന്നെ വളരെ തകൃതിയായി ആശ്രമത്തിലേക്ക് എത്തുവാൻ എല്ലാം സജ്ജീകരിക്കുകയാണ്. അത് വളരെ കുഞ്ഞുനാളിന് മുതലേ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ള ഒരു ശീലമാണ്. ഞങ്ങൾ ധാരാളം പേര് വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ക്യൂ നിന്ന് ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ തേച്ച് എല്ലാം റെഡിയാക്കിയാണ് ഞങ്ങൾ പൂരത്തിന് പോകുന്നത്. അതേപോലെ ഈ വർഷവും ഞാൻ എൻ്റെ വസ്ത്രമെല്ലാം തേച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭഗവാനോട് തന്നെ ഞാൻ സംസാരിക്കുകയായിരുന്നു. എന്തെന്നാൽ, ഭഗവാനെ, നീ അത്ഭുതം പ്രവർത്തിച്ച അവതാരമാണ്. പിന്നെ എന്ത് ചൂടാണിപ്പോൾ. ജനങ്ങളൊക്കെ എങ്ങനെ ഘോഷയാത്രയിൽ പങ്കെടുക്കും? എങ്ങനെ ആനയെ എഴുന്നള്ളിക്കും? വലിയ അത്ഭുത പ്രവൃത്തി കാണിച്ച ഭഗവാനല്ലേ. ഒരു മഴ തലേദിവസമെങ്കിലും തന്നൂടെ? പ്രകൃതിയൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വസ്ത്രമൊക്കെ തേക്കുന്നത്. മഴ നിർത്തിയ അത്ഭുത കഥകൾ ആത്മബോധോദയ സംഘത്തിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ പല പല അനുഭവങ്ങൾ നമുക്കുള്ളതാണ്. പ്രകൃതി പുരുഷ, നീ അന്നേ ദിവസം എന്താണ് നമുക്ക് കാട്ടിത്തരുന്നത് എന്നുള്ള ചിന്തയോടുകൂടി പൂര മഹോത്സവം കൊണ്ടാടുവാൻ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നും പുറപ്പെടുകയുണ്ടായി. ഒരു 8 മണിയായപ്പോൾ ഞാൻ മാവേലിക്കരയിലെത്തി. എൻ്റെ കാറ് കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്തതിനു ശേഷം ഞാൻ സന്നിധാനത്തിലേക്ക് എത്തി. പൂര മഹോത്സവം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഭഗവാന്റെ അവതാരകാലത്ത് തന്നെ അന്നത്തെ മഹാരാജാവായ ആർട്ടിസ്റ്റ് തിരുമേനിയുടെ രക്ഷകർത്തൃത്വത്തിലാണ് ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കാലത്ത് തന്നെ ചിട്ടയോടെയും അടുക്കോടെയും ഭഗവാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. വർഷങ്ങളായി നടത്തി വരുന്ന പൂരം മഹോത്സവം ആയതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നും പ്രതിനിധീകരിക്കുന്ന യുവജനങ്ങളുടെയും പ്രവർത്തകരുടെയും ആചാര്യന്മാരുടെയും കൂട്ടായി നിന്ന പ്രവർത്തനത്തിലൂടെയാണ് ഓരോ വർഷവും പൂരം മഹോത്സവം കൊണ്ടാടുന്നത്. വർഷങ്ങളായി നടത്തി വരുന്നതിനാൽ നിയമപാലകർക്കും എല്ലാ ഭരണാധിപന്മാർക്കും എല്ലാവരുടെയും അറിവോട് തന്നെയാണ് അവിടെ മഹോത്സവം സംഘടിപ്പിക്കാറുള്ളത്. നിയമത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളും അവിടെ നടത്താറില്ല. കൂടാതെ അടുക്കും ചുറ്റോടും ചർച്ചകളിലൂടെയാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. 8 മണിയോടെ ഞാൻ സന്നിധാനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ കർമ്മകർത്താവായ ബ്രഹ്മശ്രീ സൂക്ഷ്മാനന്ദ തൃപാദങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. എടാ, ഒരു വർഷത്തെ ശാന്തി ഞാൻ തന്നിരിക്കുന്നു. ആരോടാന്നല്ലേ? ഗജരാജനോട്. സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞു തിന്ന് ചിരിക്കുകയും ഭഗവാനോട് നന്ദിയോട് സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ തിടമ്പ് കയറ്റി ഘോഷയാത്ര പുറപ്പെടുന്നത്. പുറപ്പെട്ടപ്പോൾ ചൂടാണല്ലോ, ഉള്ളിലൊരു ഭയമുണ്ട്. എന്നാൽ ഞങ്ങൾക്കെല്ലാം ഒരു വെള്ളത്തൊപ്പി തന്നു. കൂടാതെ ഞാൻ ഒരു മുത്തുപടയും സംഘടിപ്പിച്ചു. ഘോഷയാത്ര നടന്ന് നീങ്ങിയപ്പോൾ ഇടയ്ക്കെല്ലാം ഞാൻ ചെരുപ്പ് കൂടി റോഡിൽ ചവിട്ടി നോക്കും. ചൂട് കൂടുന്നുണ്ടോ? അത് പതിവുള്ളതാണ്. എന്തായാലും ഓരോ പൂരം മഹോത്സവത്തിലും അനുഗ്രഹം ചൊരിയുന്നത് പോലെ തന്നെ അത്ഭുത പ്രവർത്തികൾ കൊണ്ട് ലീലാവിലാസങ്ങൾ കാട്ടിയ ഭഗവാൻ പൂരം നക്ഷത്രത്തിൽ തിരുശരീരത്തോടിരിക്കുന്ന കാലത്ത് നടത്തിയ അത്ഭുത പ്രവൃത്തി സംഘങ്ങൾക്കെല്ലാം അറിവുള്ളതാകുന്നു. തലേനാൾ ചിന്തിച്ചതുപോലെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഘോഷയാത്രയിൽ നടന്നു നീങ്ങി. എന്നാൽ അത്ഭുതം എന്നോണം മഴമേഘങ്ങൾ അല്ലാതെ മേഘങ്ങൾ കുടചാർത്തി ആ ഘോഷയാത്ര നടന്നു നീങ്ങുകയുണ്ടായി. വളരെ നേരത്തെ തന്നെ പുറപ്പെട്ട ഘോഷയാത്രയായിരുന്നതിനാൽ സൂര്യൻ അതിന്റെ ഉച്ചസ്ഥാനത്ത് എത്താത്തതിനാൽ മരങ്ങളുടെ
തണലത്ത് കിഴക്കു നിന്നുള്ള സൂര്യന്റെ രശ്മികളേറ്റ മരത്തിന്റെ തണലത്തൂടെയാണ് ഘോഷയാത്ര നടന്നു നീങ്ങിയത്. വളരെ നേരത്തെ തന്നെ ഘോഷയാത്ര ആശ്രമത്തിൽ എത്തിച്ചേരുകയുണ്ടായി. എത്തിച്ചേർന്നപ്പോൾ ഞാനൊരു ഭക്തനോട്, അതായത് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയാനും അവിടുള്ള എല്ലാ സംഘാടകരോടും നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ നോളം ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കാല് തലയിൽ ചവിട്ടി നോക്കുന്നുണ്ടായിരുന്നു. ചൂടൊന്നും ഇല്ലായിരുന്നു. ഭംഗിയായി ഘോഷയാത്ര പര്യവസാനിച്ചു. അപ്പോൾ ഭക്തൻ പറഞ്ഞു, അവിടെ ആനയുടെ മുമ്പിൽ വെള്ളം തളിച്ചു പോകാൻ ആളുകളുണ്ടായിരുന്നു. ഘോഷയാത്ര വളരെ അനുഗ്രഹപ്രദമായി പര്യവസാനിച്ചു. കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് എല്ലാവരും അവിടുത്തെ കാറ് പാർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കുട്ടിൽ ആന വിശ്രമിക്കുന്നത് കണ്ടിട്ടാണ് അടിയൻ മടങ്ങുന്നത്. തുടർന്നുള്ള എല്ലാ പരിപാടികളും, പ്രത്യേകിച്ച് കൊയർ സമ്മേളനം എല്ലാം വളരെ അനുഗ്രഹപ്രദമായിട്ട്, നൃത്തനൃത്യങ്ങളെല്ലാം വളരെ അനുഗ്രഹപ്രദമായി നടന്ന് എല്ലാവരും ഭവനത്തിലെത്തിച്ചേർന്നു. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഇനി അടുത്ത ആണ്ട് വരെ നിലനിൽക്കട്ടെ. ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ അടിയങ്ങൾക്ക് ചെയ്യുവാൻ ഉള്ള ശക്തി തരട്ടെ. അങ്ങയുടെ വഴിയിൽ സഞ്ചരിക്കാൻ അടിയങ്ങൾക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹോത്സവത്തിന്റെ അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.